ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പവർ, ലൈക്ക് എനർജി എന്നൊക്കെ പറയാറുള്ളത്. നമ്മളെ മനസ്സ് എന്താണോ വിചാരിക്കുന്നത് അതാണ് നമുക്ക് കിട്ടുന്നുള്ളത്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യം നമുക്ക് എടുക്കാം. ചെറിയ കുട്ടികളെ കണ്ടിട്ടുണ്ട്. ചെറുതിലവർ മോസ്റ്റ്ലി പറയുന്ന ഒരു കാര്യമാണ്, അമ്മ എനിക്കത് വേണം, അച്ഛ അതെനിക്ക് വേണം, വേണമെന്ന് പറയേ അവർക്ക് അതേപോലെ തന്നെ അത് കിട്ടുകയും ചെയ്യാറുണ്ട്. വേണമെന്ന് പറഞ്ഞിട്ട് അവർക്കത് കിട്ടും, എവിടെന്നെങ്കിലും കിട്ടും, ആരെങ്കിലും ഒക്കെ കൊണ്ട് കൊടുക്കും. വലുതാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എനിക്ക് ഇല്ല 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 എന്ന് പറയും. അത് അതേപോലെ തന്നെ നമ്മളിൽ നിന്ന് ഇല്ലായ്മയിലേക്ക് പോകും. കോളേജ് പഠിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ കോളേജിൽ പോകുമ്പോൾ പറയും, അതായത് നമുക്കൊരാളോട് ഇഷ്ടം തോന്നും, ഒരു ക്രഷ്, ഒരു ഇഷ്ടം തോന്നും. നമ്മളിപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പൂമ്പാറ്റ കൂട്ടം, അല്ലെങ്കിൽ ഇങ്ങനെ പൂമ്പാറ്റ ഇത് തുറന്ന് പറന്ന് വരുന്ന പോലെ ആയിരിക്കും എല്ലാ നിറയെ കളർഫുൾസ്. അപ്പോൾ എല്ലാവർക്കും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു, അത് സ്കൂൾ പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇഷ്ടം തോന്നും. അപ്പോൾ നമ്മൾ തന്നെ ആൺകുട്ടികൾ പറയും, ഒരു കുട്ടീനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, എടാ എനിക്ക് ആ കുട്ടീനെ ഇഷ്ടമാണ്, എടാ ആ കുട്ടീനെ ഇഷ്ടമാണ്, ആ കുട്ടി നോക്കിക്കോട്ടെ, അപ്പം എന്നെ തിരിഞ്ഞു നോക്കും, അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ട് പറയാം. മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, തിരിഞ്ഞു നോക്കും. അതേപോലെ തന്നെ പെൺകുട്ടികൾ ചിലത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഫോട്ടോ പന്തലിച്ചത് അങ്ങോട്ട് പോകും. ചിലത് അങ്ങനെ തന്നെ മനസ്സിലിരുന്ന് അങ്ങനെ പോകും. നമ്മളോട് തന്നെ ഇതാണ്, അവൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ഭയങ്കര ഹാപ്പിയാണ്. ആ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആ ഒരു, അവിടെ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷൻസോ വേറൊരു ചിന്തയില്ല. കോളേജിൽ തന്നെ പോകുന്നത് അടിച്ചു പൊളിക്കാനാണെന്നാണ് വിചാരിച്ചിട്ട് പോകുന്നത്. അതുകൊണ്ട് അതിനകത്ത് കാല് വെക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ പറഞ്ഞ പോലെ ഒരു ബട്ടർഫ്ലൈ കൂട്ടാണ്, ഒരു ഗാർഡനും ബട്ടർഫ്ലൈ കൂട്ടാണ്. അവിടെ ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ, അവിടെ വിഷമങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഇഷ്ടമാണെന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ആ കുട്ടി വന്ന് പറയും, അല്ലെങ്കിൽ ഇവൻ ചെന്ന് പറയും. അതാണ് അവിടെ മോസ്റ്റ്ലി വിചാരിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അത് അതേപോലെ തന്നെ നടക്കും. അവിടെ ഹാപ്പിനെസ്സാണ്. അപ്പം ഞാൻ പറയാറുള്ളത്, നമുക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കാം. നമുക്ക് എന്താണ് ആവശ്യം നമ്മളത് ആവശ്യപ്പെടാം. ഇതെല്ലാവരും അത് കഴിഞ്ഞ് നമ്മളൊരു കല്യാണം ഒക്കെ കഴിഞ്ഞ ആദ്യത്തെ ഒരു കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്നത്, പിന്നെ നമ്മളിൽ ആ ഫ്രീക്വൻസിയിൽ എനർജി ലെവൽ കുറയും. നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ ഫോക്കസ് ചെയ്യുക, ഇല്ല അവരെന്നെ അത് പറഞ്ഞു, ഇവരത് പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ സ്നേഹമില്ല, മദറിലോ ടോർച്ചർ ചെയ്യുന്നു, മറ്റേത് മറിച്ചത്, അങ്ങനെ. ഓക്കെ, മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞു തുടങ്ങും, അട്രാക്ട് ചെയ്ത് തുടങ്ങും. എവിടെയും നമ്മൾ സൂട്ടാവില്ല, എവിടെയും സൂട്ടാവില്ല. കണ്ടിട്ടുണ്ടാവും, എവിടെ പോയാലും നമുക്കൊരു സഫോക്കേഷനാണ്, നമ്മൾ സൂട്ടാവാത്ത പോലെ തോന്നും. ഭർത്താവിൻ്റെ വീട്ടിൽ സൂട്ടാവില്ല, പിന്നെ ഒരു ബന്ധുക്കാരുടെ വീട്ടിൽ പോയാൽ നമ്മളവിടെ പറ്റില്ല, നമുക്ക് ഇരുന്ന് ഇരിപ്പുറക്കില്ല എന്ന് പറഞ്ഞ പോലെ. അതേപോലെ തന്നെ പിന്നെ ഒരു കല്യാണത്തിന് പോയാലും ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തിരിച്ചങ്ങടെ തന്നെ ചെല്ലണ്ടേ, ഇത് പറയും. അങ്ങനത്തെ ഒരു ഇതാണ്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ അത് അട്രാക്ട് ചെയ്ത് മേടിക്കണം. നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പോൾ പറഞ്ഞ കോളേജ് കാലയളവ് എന്തുകൊണ്ട് വെച്ചാൽ അത് കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും സന്തോഷത്തോടെ അത് ആഗ്രഹിച്ചതൊക്കെ കിട്ടും, നടക്കും, ഭയങ്കര ഇതായിരിക്കും. കണ്ടിട്ടുണ്ടോ, അണിഞ്ഞുരുങ്ങി പോവും. ഒന്നുമില്ലെങ്കിൽ കോളേജിൽ എല്ലാവരും കാണാൻ എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൺസ് കാണാൻ വേണ്ടി അണിഞ്ഞുരുങ്ങി പോവും. ആ സമയത്ത് ഒരു ടെൻഷനോ, നമ്മൾ എവിടെ ചെന്നാലും ഈ പറയണ പോലെ നമുക്ക് പ്രപഞ്ചം ഒരുക്കി തന്ന പോലെ ഓട്ടം സീസൺ, അതായത് എന്താ പറയുക, സ്പ്രിങ് ഇത് പറയില്ലേ, അല്ലെങ്കിൽ എല്ലാവിടെയും പൂക്കൾ തോന്നും. നമുക്ക് എല്ലാ കാലത്തും നട്ടപ്പുറ വെയിലത്ത് കൊടയില്ലാണ്ട് നമ്മൾ നടക്കും, പക്ഷെ നമുക്ക് വെയിൽ ഫീൽ ചെയ്യില്ല. മഴ നനഞ്ഞ് നടക്കും, ഒരു പനിയും കോൾഡും വരില്ല. എല്ലാവിടെയും ഇങ്ങനെ പൂക്കള്, സ്വർഗലോകത്തോ അല്ലെങ്കിൽ ഒരു ഡ്രീം വേൾഡിലേക്ക് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വീഴുന്ന പോലെയും ബട്ടർഫ്ലൈസ് നമ്മൾ പാറി പറന്ന് നടക്കുന്ന ഒരു ഇപ്പോൾ പൂത്തൊലിങ്ങി നമ്മളെപ്പോഴും ഹാപ്പിയാണ് കേട്ടോ. വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കിട്ടുന്നു, എവിടെ ചെന്നാലും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് കിട്ടുന്നു, എവിടെന്നെങ്കിലൊക്കെ കിട്ടും. ഉറപ്പുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ നിന്ന് കിട്ടും. ആ കാലയളവ് നമ്മൾ ഭയങ്കര. അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞാൽ ആ ഒരു ഹണിമൂൺ ട്രിപ്പ് എന്നൊക്കെ, ഹണിമൂൺ ടൈം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും.
നമ്മൾ എന്ത് പറഞ്ഞാലും ഭർത്താവ് കേൾക്കും, എന്ത് പറഞ്ഞാലും സാധിച്ചു തരും. നമ്മുടെ ചുറ്റുമുള്ളവരായാലും ശരി, അങ്ങനെ എന്ത് പറഞ്ഞാലും നമുക്ക് എല്ലാം തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും, എല്ലാതും നടക്കും കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഈ പറഞ്ഞ പോലെ ഹണിമൂണിൻ്റെ ഒരു ടൈമൊക്കെ കഴിഞ്ഞാൽ പിന്നെ പതുക്കെ എന്തായാലും നമുക്കൊരു ലൈഫിലൊരു എന്താ പറയുക, നമ്മുടെ ബാക്ക് ടു വർക്ക് എന്തായാലും വരും. അവിടെ നിന്ന് തുടങ്ങും. ആദ്യം ആരെങ്കിലും ഒരു ഇല്ല വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും. നമ്മൾ അത് കളക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് എനിക്കിത് വേണ്ട, എനിക്ക് മറ്റേത്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അത് കളക്ട് ചെയ്യാൻ നമ്മൾ തുടങ്ങും. ചിലപ്പോൾ പറയാം, അടുക്കളയിൽ ചെല്ലുമ്പോൾ അമ്മായിയമ്മയായിരിക്കും നമുക്ക് ഫസ്റ്റ് പറയണ്ടാവുക, ഇതിങ്ങനെ പാടുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വരും, ഓ ഈശ്വര, ഞാനിനി എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരേണ്ടത്, ഇതൊക്കെ മാറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വേണമെന്നുള്ള കാര്യം നമ്മൾ മനസ്സുകൊണ്ട് പോലും വിചാരിക്കണം. നമ്മൾ ഒരു തരത്തിൽ നമ്മുടേതായ ആഗ്രഹങ്ങളൊക്കെ വിട്ട് നമ്മളവിടെ സീറോ ആയിട്ട് അവിടെ പുതിയൊരു കാര്യമായിട്ടാണ് നമ്മൾ ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. നമ്മളെന്താന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താന്നോ അതാണ് നമ്മളെ പഴയ നമ്മുടെ അച്ഛനമ്മയും പഠിപ്പിച്ചിട്ട് വിടുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടും നോക്കിയും കണ്ടും പഠിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളവിടെ വിട്ടു. കോളേജിൽ പോകുമ്പോൾ എന്തായിരുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ? എനിക്കിഷ്ടമുള്ളത് അങ്ങനെ ഇങ്ങനെയെന്നായിരുന്നു. ഇവിടെ വരുമ്പോൾ ഇഷ്ടമൊന്നുമില്ല, ഒരു ബ്ലാക്ക് ബോർഡാണ് അത്, ഇതൊന്നും എഴുതാത്തൊരു ബ്ലാക്ക് ബോർഡ്. ആരെന്ത് പറയണം അതിനെടുത്തിട്ട് ഇത് വയ്ക്കും. അവിടെ ഞങ്ങളുടെ ഫസ്റ്റ് കിട്ടുന്നതൊക്കെ നമുക്ക് ചിലപ്പോൾ മോശമുള്ളതായിരിക്കില്ല, പക്ഷെ നമ്മളായിട്ട് അതിനെ മോശമുള്ളതാക്കി എടുക്കുന്നതാ. ആദ്യമായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പറയുമ്പോൾ ചില അമ്മായിമ്മമാർ പറയും, ഈ കറി ഇവിടെ ഇങ്ങനെയാണെന്ന് പറയും, അല്ലെങ്കിൽ ഈ കയ്യിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും, എൻ്റെ വീട്ടിലിങ്ങനെ ആയിരുന്നില്ലല്ലോ. നമ്മൾ തിരിച്ചൊന്നും പറയില്ല, നമ്മളത് ആക്സെപ്റ്റും ചെയ്യില്ല. സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രശ്നം വരില്ല. നമ്മൾ അതിനെ കൊണ്ടു നടക്കുക ചെയ്യുക. അടുത്ത ദിവസം ഇതേപോലെ കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ പരാതി പെട്ടിയായി തുറക്കും. ഹസ്ബൻഡിനോട് പറയും, നിങ്ങളുടെ അമ്മ അത് പറഞ്ഞു, നിങ്ങളുടെ അമ്മ ഇത് പറഞ്ഞു, നിങ്ങളുടെ അമ്മ അങ്ങനെയാണ്, എന്നോട് ഇങ്ങനെ ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഹസ്ബൻഡിനും അതൊരു ഇറിറ്റേഷൻ ആവും. ഓക്കെ, എപ്പം നോക്കിയാൽ ഇത് മാത്രമേ പറയാറുള്ളൂ. ഈ ലവ് മാരേജ് ചെയ്തവർ പോലും ലവ് ഫെയിലിയർ ആവുന്നതും എല്ലാം ഇതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞത് സന്തോഷത്തിന്റെ കാര്യങ്ങളായിരിക്കും. കോളേജിൽ പ്രേമിച്ച് പിന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർ പറയുന്നത്, എടാ അങ്ങനെയായിരുന്നോടാ ഇങ്ങനെയായിരുന്നോടാ, ഞാൻ എന്താ ഇഷ്ടമുള്ളത് കഴിച്ചോടാ, നിനക്കത് ഇഷ്ടമാണോ, നിനക്കെന്താ കളർ, എനിക്കെന്താ ഇഷ്ടം ചോദിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടത്തിൻ്റെ ഒരു വർത്തമാനം പോലും നമ്മൾ പറയില്ല. അവിടെ വരുന്ന മെയിൻ ക്യാരക്ടർ മദർ ഇൻ ലോ ആയിരിക്കും. ഒട്ടുമിക്ക പെണ്ണുങ്ങളും മദർ ഇൻ ലോ എന്താണെന്ന് കാണിക്കാനുള്ളൊരു തത്രപ്പാടിലായിരിക്കാം. ഇങ്ങനെയാണ്, അങ്ങനെയാണ്, നിങ്ങളുടെ അമ്മ അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള തന്ത്രപ്പാടിലായിരിക്കും. അത് ആണുങ്ങൾ കേൾക്കാൻ അവർക്ക് ഇഷ്ടമല്ല. ഇപ്പം നമ്മുടെ അച്ഛനമ്മേനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാൻ ഇല്ല. അപ്പം അവർ 3 പേര് സെറ്റാവുന്നില്ല. 3 പേര് ഒരു പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ 2 പ്രഷർ കുക്കർ വെക്കാൻ പറ്റുമോ? ഒരു കുക്കറിനകത്ത് ഒരു സാധനമല്ലേ വെക്കാൻ പറ്റില്ല. ഒരു വലിയ 5 ലിറ്ററിൻ്റെ കുക്കറിൻ്റെ ഉള്ളിൽ ഒരു 3 ലിറ്ററിൻ്റെ ഉള്ളിൽ 1 ലിറ്റർ വെക്കാൻ പറ്റില്ല. ഇത് 3ഉം കൂടെ ഫസ്റ്റ് നിൽക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ 5 ലിറ്ററിൻ്റെ, അതിന് പറ്റില്ല. ഈ 1ാമത്തെ ലിറ്റർ എവിടെ വിസിൽ വരും, എങ്ങനെ വരും? അതുപോലെയാണ് ഈ 3 പേരും 3 വ്യക്തികൾ ഒരു വീട്ടിലെ നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ മൊത്തം നെഗറ്റീവ് എനർജിയും കൂടെ കയറുമ്പോൾ നമുക്കത് പറ്റില്ല, ആ വീട്ടിൽ പറ്റില്ല. അതിനുള്ള അവരും ഹാപ്പി ആയിട്ടിരുന്നു. നമ്മൾ ചെന്നതിന് ശേഷമാണ് ഈ ഒരു ഇത് പറയുന്നത്. ഞാനിപ്പോൾ കുറ്റം പറയല്ല കേട്ടോ. നമ്മൾ ചെന്നതിന് ശേഷം അവിടുത്തെ കുറ്റങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. മദർ ഇങ്ങനെയല്ല, നിങ്ങളുടെ വീട് അങ്ങനെയല്ല, മറ്റേത് എനിക്കിവിടെ പറ്റുന്നില്ല, അതാണ് നിങ്ങൾ കേൾക്കുന്നില്ലേ, ഞാൻ വേറെ ആരോട് പോയി പറയും എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാരോട് പറഞ്ഞ വീട്ടുകാർ പറയും അഡ്ജസ്റ്റ് ചെയ്യും. ആക്ച്വലി അപ്പോൾ നമ്മളെ പ്രശ്നം എവിടെ തുടങ്ങി? നമ്മൾ കുറ്റപ്പെടുത്തുന്നതാണ്. ഞാൻ എല്ലാവരെയും ബ്ലെയിം ചെയ്യല്ല. ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നതിൽ ആ ചെറിയ ഫസ്റ്റ് പ്രഷർ കുക്കറായിട്ട് നമ്മൾ മാറും, ഏറ്റവും ചെറുത്. അതിൽ നിന്ന് 2ാമത്തെ മോനായിട്ട് മാറും, ഏറ്റവും വലുത് മദറല്ലോ. അതാണ് നമുക്ക് പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് പ്രഷർ കുക്കർ, അതായത് മരുമോള് വിചാരിക്കണം നമ്മൾ നമ്മുടെ ഇതൊന്നും കളയാതെ നമുക്ക് നമ്മുടെയാണെന്ന് ഒരു പറഞ്ഞിട്ട് ആ ഒരിത്. ഞാനും ഒരു കാലയളവ് വരെ അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ലൈഫ് ഹാപ്പി ആയിരുന്നില്ല, ഹസ്ബൻഡിൻ്റെ ലൈഫ് ഹാപ്പി ആയിരുന്നില്ല, മക്കളുടെ ലൈഫ് ഹാപ്പി ആയിരുന്നില്ല. അഫ്കോഴ്സ് മദർ ഇൻ ലോയ്ക്കും അവരുടേതായ ടെൻഷൻ ഉണ്ടാവും. പക്ഷേ എനിക്ക് എന്നൊരു തിരിച്ചറിവ്, എന്നെ അതിന് സഹായിച്ചത് ദൃഢ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്.
സ്മിത മാം എന്ന് പറഞ്ഞിട്ട് ഒരു മാമാണ് ശരിക്കും സഹായിച്ചത്. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് നമ്മൾ എങ്ങനെയായിരിക്കും, എങ്ങനെ പോസിറ്റീവ് ആ ഒരു ഇപ്പോൾ ഐ എം സോ സാറ്റിസ്ഫൈഡ് എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടും. ഞാൻ ഒരാളോടോ അല്ലെങ്കിൽ ഞാൻ പറയാറുമില്ല എനിക്കിത് വേണമെന്ന്. ഞാൻ എൻ്റെ മനസ്സിൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഐ വോണ്ട് ദിസ്, ഐ വോണ്ട് ദാറ്റ് എന്ന് മാത്രം. പക്ഷെ അതൊക്കെ എനിക്ക് വന്ന് ചേരുന്നുണ്ട്. ഓക്കെ, റിലാക്സ് ആയിട്ട്, സോ റിലാക്സ്ഡ് എന്ന് പറഞ്ഞാൽ സോ റിലാക്സ്ഡ്. ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഇതിപ്പോൾ ഞാൻ ഏൺ ചെയ്തിട്ട് ആ സമയത്ത് സമ്മതിക്കാത്ത ഹസ്ബൻഡ് പോലും ഇപ്പോൾ എന്താ പറയുക, ആള് വലിയ വലിയ കാര്യത്തിന് പോലും ആള് സമ്മതിക്കുന്നുണ്ട്. മദർ ഇൻ ലോയോ എല്ലാം സമ്മതിക്കുന്നുണ്ട്. ബിക്കോസ് എല്ലാവർക്കും ഇൻഡിവിജ്വൽ സ്പേസ് കൊടുത്തു. എനിക്ക് എൻ്റേതായത് അത് ഞാൻ എന്താന്ന് വെച്ചാൽ എനിക്കിഷ്ടമല്ലാത്തത് ഞാൻ പറയുന്നു, അവരും അത് ആക്സെപ്റ്റ് ചെയ്യും. നമ്മൾ പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പ്ലസൻ്റ് ആയിട്ടിരിക്കുന്നു, എൻ്റെ മനസ്സിൽ ഇതാണ് വേണ്ടത്, എനിക്കിങ്ങനെയാണ് വേണ്ടത്, ഞാൻ എന്നെ ഒരു 100 പ്രാവശ്യം പറയുമ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനം എന്നിലേക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഐ എം ഹാപ്പി. എനിക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഹാപ്പിയാണ് അല്ലേ? അതേപോലെ അപ്പം ഹസ്ബൻഡ് ഹാപ്പിയാവും. ഞാൻ ആളോട് പരാതിയേ പറയുന്നില്ല, ഒരിതുപോലെ പരാതിക്കില്ല, സ്ഥാനമേ ഇല്ല, അങ്ങനത്തെ ഒരു വാക്കേ ഇല്ല. അപ്പോൾ ആള് ഹാപ്പിയാണ്. ആളുടെ എന്താ പറയുക, എല്ലാവർക്കും ഓരോരോ സ്പേസ് കൊടുക്കണം. ആളുടെ സ്പേസിൽ വിട്ടു കൊടുക്കണം. മറ്റേത് അങ്ങനെയല്ല, അത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, രാകേഷ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, രാകേഷ് അത് ചെയ്യാൻ പാടില്ല, രാകേഷ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാം. ഇപ്പം ആൾക്ക് ഇഷ്ടമുള്ളത് ആൾ ചെയ്യുന്നു. ഞാൻ ഒരു കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. എല്ലാവരും വലുതായി അവരവരുടെ കാര്യങ്ങൾ ചിന്തിക്കാറായി. പണ്ട് എന്നാ അമ്മായിമ്മ പറയും, ഇള്ളക്കുട്ടി അല്ലല്ലോ, മനസ്സിലാക്കാറായില്ലേ. ചില അപ്പം നമ്മൾ വിചാരിക്കും അവർക്ക് മനസ്സിലാവാണ്ടല്ലേ നമ്മൾ പറയും. പക്ഷെ ശരിയാണ്, എൻ്റെ മദറല്ലോ പറഞ്ഞ പോലെ ഇള്ളക്കുട്ടികളല്ല, അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കാം, അവരെ അവരുടേതായ രീതിയിൽ വിടുക. അപ്പം അവർ ഹാപ്പിയാവും. അപ്പം എനിക്ക് കിട്ടുന്ന സ്പേസും ഞാൻ ഹാപ്പിയാവും. അപ്പം എന്നെ ഓട്ടോമാറ്റിക്കലി ഞാനായിട്ടിരിക്കാൻ അവരനുവദിക്കുന്നത്. നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയണ പോലെ ഞാൻ അങ്ങനെ ഒരുപാട് പോയിട്ട് അമ്മ ഇങ്ങനെ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ബിക്കോസ് അങ്ങനത്തെ ഞാൻ പറയാറില്ല. മൂപ്പരോടാണ് കാര്യം പറയാം, അങ്ങനെ ഇങ്ങനെ ലൈഫ് ഇതാവണു എന്ന് പറയും. അല്ലാതെ മദർ-ഇൻ-ലോന്റെ കാര്യം പറയില്ല, അത് പണ്ടും പറഞ്ഞിട്ടില്ല. പറയുന്നവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പക്ഷെ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു സഫോക്കേഷൻ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ മൂപ്പരെ പറഞ്ഞു പഠിപ്പിക്കുമായിരുന്നു. ആവശ്യമില്ല, നമുക്ക് ഒരാളെയും പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്, ഇതിൽ ആവശ്യമുള്ളവർ മാത്രമേ ചിലപ്പോൾ ഇത് എടുക്കണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് അവരുടെ തലയിൽ കയറില്ല. ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്ന് പറയുന്ന പോലെ. അപ്പോൾ കുറേ പേർക്ക് ചോദ്യം വരും, അപ്പോൾ ആ സാധനം അവിടെ കിടക്കുന്നില്ലേ നമ്മളോട് ചെയ്തത്? എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പറയില്ല, എൻ്റെ മനസ്സിലുണ്ടത് വൈപ്പ് ഔട്ട് ചെയ്യാൻ. ഇപ്പോൾ പഴയതിൽ ഈ പറയുന്ന പോലെ ഡിപ്രഷൻ, ആങ്സൈറ്റി എന്ന് പറയുന്നത്, ഡിപ്രഷൻ എന്ന് പറയുന്നത് പഴയ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിരിക്കുന്നതാണ് നമുക്ക് ഡിപ്രഷൻ. ആങ്സൈറ്റി ഭാവി കാര്യങ്ങൾ എന്താവും എന്നുള്ള ആലോചിച്ച് ചിന്തിച്ച് വരുന്നതാണ് ആങ്സൈറ്റി. പ്രസൻറ്റ് മൊമെൻറ്റിലുള്ളതാണ് ഹാപ്പിനെസ്. അപ്പം ഞാൻ എന്താ പ്രസൻറ്റ് മൊമെൻറ്റിൽ ക്ലോസ് വാച്ചിങ് എന്ന് പറഞ്ഞത് ഒരു ടെക്നിക്ക് ഞങ്ങളുടെ ദൃഢ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് സ്മിത മാം പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ നിമിഷത്തിൽ ജീവിക്കുന്നു. ഞാൻ എന്ത് പറയണം അടുത്ത നിമിഷം ഞാൻ ചിന്തിക്കാറേ ഇല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ആരെന്ത് പറയണമെന്നും ഞാനും അത് ഓർക്കാറില്ല. നമ്മൾ ഓരോ മാമിൻ്റെ ഒരു ഡയലോഗാണ്, ഞാനത് ഇപ്പോൾ ഫോളോ ചെയ്യാറുണ്ട്. ഈ നിമിഷം നന്നായ അടുത്ത നിമിഷം ഇതിലും മനോഹരമായിരിക്കും. അതൊരു 100% കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ. ഇപ്പോൾ നമുക്കൊരാളുടെ സഹായത്തിൽ ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് അത് ഒട്ടും മനസ്സിലാവില്ല. ഇത് ഈ പറയുന്നത് എന്താണെന്നോ ഏതാണെന്നോ മനസ്സിലാവില്ല. കുറച്ചെങ്കിലും പേർക്ക് മനസ്സിലാവുണ്ടാവും ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ എങ്ങനെയാണ് ജീവിക്കാൻ. പ്രസൻറ്റ് മൊമെൻറ്റിൽ എങ്ങനെ ജീവിക്കാമെന്ന് ഒരാൾ പോലും നമ്മളെ പറഞ്ഞു തരില്ല കേട്ടോ. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കണം, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഇവല്ലേ ദൃഢ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും സ്മിത മാമാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അവരവരുടെ രീതി, അമ്മായിമ്മയുടെ രീതിയിൽ ജീവിക്കുന്നു. അവരാലോചിക്കണമെങ്കിൽ അത് അവരുടെ പ്രോബ്ലം, എനിക്കറിയേണ്ട കാര്യമില്ല. ഹസ്ബൻഡിൻ്റെ സാറ്റിസ്ഫൈഡിൽ ജീവിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടൊരു വീട്ടിലിരിക്കുന്നു. സോ പ്ലസൻറ്റ് മൊമെൻറ്റ്. അതുകൊണ്ട് ഇതില്ല. മറ്റേത് അങ്ങനെയല്ല, നമുക്ക് എല്ലാം കിട്ടുന്നുണ്ടോ, പക്ഷെ പരാതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. എന്താ പറയുക, എല്ലാവർക്കും മക്കൾക്ക് മക്കളുടേതായ സ്പേസ് ഉണ്ട്. അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു ഫോൺ നോക്കാനുള്ള ഇത് കൊടുക്കണം. നോക്കുമ്പോൾ പോയിട്ട് എന്തിനാ നോക്കണം എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവണം. കുട്ടിക്കാലത്ത് നമ്മൾ
അന്ന് ഫോണില്ല, വേറെ പലതും ഉണ്ടാവും. ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാൻ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കുറേ പേര് പണ്ട് കാലത്ത് ഈ മനോരമ മാതൃഭൂമിയല്ലേ ഒരു മാഗസീന് വരും, വനിത മംഗളം ആണ് തോന്നുന്നു, അതൊക്കെ ഇരുന്ന് വായിക്കണ്ട. ഒരാഴ്ചത്തേക്ക് വായിച്ചു കഴിയുമ്പോൾ അടുത്തത് വരും, വീക്ക്ലി ആണല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടാണ് നമ്മുടെ അമ്മോട് ചെയ്തില്ല. ഇപ്പം അത് ഫോൺ രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്തു ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്കത് കിട്ടുന്നതായിരിക്കും. അതെനിക്ക് മനസ്സിലാക്കി തന്നത്. ഇപ്പം എനിക്കത് മനസ്സിലായപ്പോൾ എനിക്ക് ആരോടും ഒരു പരാതിയില്ല, ഒരാളോട് പോലും ഞാൻ പരാതി പറയാറുമില്ല. അവരവർക്ക് കൊടുക്കേണ്ട സ്പേസും കൊടുക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, എന്നെ ഇതിനെ സഹായിച്ചത് ദൃഢ എന്നൊരു ഗ്രൂപ്പും സ്മിത മാമും ആണ്. അപ്പോൾ താല്പര്യമുള്ളവരെ എനിക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാം. ഇത് ഫ്രീ ഓഫ് കോഴ്സാണ് കേട്ടോ. ഒരു ഇതിൽ എല്ലാ ജാതി മതക്കാരും ഉണ്ട്. ഇതിൽ ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. ഇവിടെ നമ്മളൊരു ചാൻറ്റിങ് പോലും പഠിപ്പിക്കുന്നില്ല. എല്ലാവരും വിചാരിക്കും ഈ ഒരു മെഡിറ്റേഷൻ്റെ ഞാനതിനെ ആൾക്കാരെ എന്താ പറയുക ഇതിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഹാപ്പി ആയിരിക്കണം, ഞാൻ അൺകണ്ടീഷണലി ഞാനത് മറ്റുള്ളവർക്ക് അറിയിക്കുന്നു എന്ന് മാത്രം. ഞങ്ങളുടെ പഠിപ്പിച്ച മാം പോലും അങ്ങനത്തെ കുറേ സിറ്റുവേഷനിലൂടെ കടന്നു വന്ന് എവിടെ നിന്നോ കിട്ടിയൊരു പഠിച്ച് മാം എന്നെ റിസർച്ച് ചെയ്ത ഒരു സംഭവമാണ്. നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് എങ്ങനെ നമുക്ക് ഹാപ്പി ആക്കാമെന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ മാം അൺകണ്ടീഷണലി ഇത് പറഞ്ഞു കൊടുക്കുന്ന ഒരാളോട് പോലും ഒരു പൈസ പോലും ഒരു രൂപ പോലും മേടിക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു ഹാപ്പിനെസ്, ഞാനും വല്ലാത്തൊരു പ്രഷറിലും എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു നിർത്തി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കട്ടെ എന്ന് പറയുന്ന സമയത്താണ് ഞാനിതിൽ വരുന്നത്. ഫ്രീ ഓഫ് കോഴ്സാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചേരാം. ജീവിതം സുഖമായിട്ട് ജീവിക്കൂ. ഈ നിമിഷം നല്ലതായ അടുത്ത നിമിഷം അതിമനോഹരമാവും എന്നുള്ളത് എങ്ങനെയാണെന്ന് അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിക്കൂ. ഒരു കാലയളവൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഇനിയുള്ള കാലയളവെങ്കിലും നല്ല സന്തോഷത്തോടെ ജീവിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൽ വരാനൊരു ഭാഗ്യമുണ്ട്. എല്ലാവർക്കും ഇത് എടുത്തുകൊള്ളണമെന്നില്ല. എടുത്തുകൊള്ളുന്നവർ 100% ലക്കിയാണ്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു ആൾ.